തൃശൂരിൽ MDMA വേട്ട 323 ഗ്രാം MDMA പിടികൂടി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരാണ് പിടിയിലായിരിക്കുന്നത്. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്നാലും തൃശൂരിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ തോതിൽ MDMA പിടികൂടുന്നത്. സംഘത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തൃശൂർ സിറ്റി പോലീസും റൂറൽ പോലീസും ഒക്കെ വ്യാപകമായ പരിശോധനയും അതുപോലെ തന്നെ മയക്കുമരുന്ന് പിടികൂടലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്നു വരികയാണ്. അതിന്റെ ഏറ്റവും ഒടുവിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു MDMA വേട്ട എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് സംഘമാണ് ഇത്തരത്തിൽ വലിയൊരു അളവിലുള്ള MDMA പിടികൂടിയത്. 3 ഘട്ടങ്ങളിലായാണ് ഈ MDMA പിടികൂടിയത്. ആദ്യഘട്ടത്തിൽ വാണിയമ്പാറ ദേശീയപാത വാണിയമ്പാറ ബീച്ച് ഭാഗത്ത് വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇത്തരത്തിൽ 2 ഗ്രാം MDMA പിടികൂടുന്നത്. ആ കാറിൽ ഉണ്ടായിരുന്ന 2 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നവർ. പാലക്കാട് ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു. ഈ സമയത്താണ് രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസ് ഹൗസ് സംഘം വാഹനം പരിശോധിക്കുന്നത്. പക്ഷെ വാഹനത്തിൽ ആദ്യഘട്ടത്തിൽ MDMA ഒന്നും കണ്ടെത്തിയില്ല. ഒടുവിൽ വിശദമായി നടത്തിയ പരിശോധനയാണ് ആ 2 സ്ത്രീകളിലെ ഒരു സ്ത്രീയുടെ രഹസ്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ ആദ്യം 2 ഗ്രാം MDMA കണ്ടെത്തുന്നത്. പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കാറിലുണ്ടായിരുന്ന മറ്റൊരു യുവാവിന്റെ വീട്ടിൽ MDMA ഉണ്ടെന്നുള്ളൊരു വിവരം പോലീസിൽ ലഭിക്കുന്നത്. അത്തരത്തിൽ ഗുരുവായൂർ കാക്കശ്ശേരിയിലുള്ള വീട്ടിൽ എത്തി അവിടെ പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും 20 ഗ്രാം MDMA കണ്ടെടുത്തു. ഈ കാറിലുണ്ടായിരുന്ന 4 പേർ, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 4 പേർ ഗുരുവായൂർ പാവത്തി സ്വദേശികളാണ്. ഷിഫാസ്, ജിഷ്ണു, അതുപോലെ വിദ്യ, ശ്രീലക്ഷ്മി. ഈ 4 പേരാണ് ഈ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ആ 20 ഗ്രാം കണ്ടെടുത്തതിന് ശേഷം വീണ്ടും കാര്യമായി ചോദ്യം ചെയ്തു. വിശദമായി ഒന്നുകൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഗുരുവായൂർ പഞ്ചാരമുക്കിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ 300 ഗ്രാം വലിയൊരു അളവിലുള്ള 300 ഗ്രാം MDMA ഉണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇതനുസരിച്ച് പോലീസ് പഞ്ചാരമുക്കിലെത്തി ഈ കടയിൽ വിശദമായി പരിശോധിച്ച പഴത്തരത്തിൽ വലിയ അളവിൽ ഉള്ള MDMA കണ്ടെത്തിയത്. ആദ്യം 2 ഗ്രാം MDMA കണ്ടെത്തുന്നു, തുടർന്ന് ചോദ്യം ചെയ്യുന്നു. ആ പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ നിന്ന് 20 ഗ്രാം കണ്ടെത്തുന്നു, വീണ്ടും ചോദ്യം ചെയ്യുന്നു. അപ്പോൾ പഞ്ചാരമുക്കിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്നും 300 ഗ്രാം കണ്ടെത്തുന്നു. അങ്ങനെ 323 ഗ്രാം MDMA ആണ് ഇപ്പോൾ പിടികൂടിയത്. വലിയൊരു സമീപകാലത്ത് പിടികൂടിയതിൽ വെച്ച് വലിയൊരു അളവിലുള്ള MDMA ആണ്. ലക്ഷങ്ങൾ ഇതിന് വിപണിയിൽ വില വരും. ഇവർക്ക് ഇത്രയും വലിയ അളവിലുള്ള MDMA എവിടെ നിന്നാണ്? സാധാരണഗതിയിൽ പിടിക്കപ്പെടുന്ന കേസുകളിലൊക്കെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഇത്രയും വലിയ അളവിലുള്ള MDMA ലഭിക്കാറ്. ഇതും അത്തരത്തിൽ ബാംഗ്ലൂരിൽ നിന്നും തന്നെയാണോ അതോ മറ്റെവിടെയെങ്കിലും നിന്നുമുള്ള ലഭിച്ചതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. പിടിയിലായവരുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. ഇടപാടുകാരെ, ഇവരിൽ നിന്നും MDMA വാങ്ങുന്ന മറ്റ് ഇടപാടുകാരെ കണ്ടെത്താനുള്ള നീക്കങ്ങളൊക്കെ പോലീസ് നടത്തി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് സംഘമുള്ളത് ഗുരുവായൂർ പഞ്ചാരമുക്കിലെ കടയിലാണ്. അവർ അവിടെ നിന്നുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എന്തായാലും സമീപകാലത്ത് തൃശൂർ സിറ്റി പോലീസ് പിടികൂടിയിട്ടുള്ള ഏറ്റവും വലിയ MDMA വേട്ട ഇത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കാർത്തു, ശരി, വ്യക്തമാണ്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.